നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ചില സ്മോൾ ബിസിനസ്സുകൾക്ക് ഉള്ള ഒരു ചലഞ്ചിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ബേക്കറി എടുക്കാം, ടെക്സ്റ്റൈൽസ് എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ് എടുക്കാം, സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, ബുട്ടീക്സ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളൊരു പ്രധാന പ്രശ്നം നമ്മളുടെ ലോജിസ്റ്റിക്സ് ആൻഡ് ഡെലിവറി നെറ്റ്വർക്കാണ്. ഇപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ പലർക്കും ഒരു GST ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ബില്ലിംഗ് പ്രയാസമാണ്. പിന്നീട് ഇപ്പം ഓൺലൈൻ സെയിൽസൊക്കെ ആണെങ്കിൽ കൊറിയർ പ്രയാസമാണ്, പിന്നെ റിട്ടേൺസ് എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെ പല ചലഞ്ചുകൾ പലർക്കും ഉണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാമെന്നതിനെ പറ്റിയിട്ട് ഉള്ളൊരു ചെറിയൊരു ആശയമാണിത്. കേട്ടു നോക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ബ്ലോക്ക് എടുക്കുക. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതിനകത്തൊരു ബ്ലോക്കിൽ ഇപ്പോൾ ഒരു 40 ചെറിയ ബിസിനസ്സുകാരുണ്ടെന്ന് ഇരിക്കട്ടെ. ഇതിനകത്ത് തയ്യൽക്കാരുണ്ടാവാം, ബുട്ടീക്സ് ഉണ്ടാവാം, ബേക്കറികളുണ്ടാവാം, അതുപോലെ തന്നെ ചെറിയ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ് ഉണ്ടാവും, സ്നാക്സുകളുടെ ഉണ്ടാവാം, ചില ഹാൻഡിക്രാഫ്റ്റ്സ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കോഓപ്പറേറ്റീവ് ഉണ്ടാക്കുക, ഒരു സഹകരണ സംഘം പോലെ. അപ്പം ഇതിനകത്ത് ഈ സഹകരണ സംഘത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഇത്തരം കാര്യങ്ങളാണ്: ലോജിസ്റ്റിക്സ്, ഡെലിവറി, കൊറിയർ സർവീസ്, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം? ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബില്ലിംഗ് ആണ്. ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ വിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബില്ല് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതെല്ലാവരും കൂടെ ചേർന്ന് ഒരു സംഘമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബില്ലിംഗ് മെക്കാനിസങ്ങൾ ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് കൊറിയറാണ്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് കൊറിയർ എടുക്കുമ്പോൾ നമ്മുടെ ഡെലിവറി ചാർജസ് കൂടുന്നതായി കാണാം. ഇപ്പോൾ പലർക്കും അവരുടെ ഡെലിവറി ചാർജസ് എടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗുണമുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കമ്പൈൻ ചെയ്യാം നിങ്ങളുടെ സർവീസുകൾ. അതായത് ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ടീഷർട്ടോ മറ്റോ ഒക്കെ കോംപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് പാക്കേജ്ഡ് ഓഫേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് നമുക്ക് ട്രസ്റ്റുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നെയ്ബർഹുഡിലോ അല്ലെങ്കിൽ ഇപ്പം ഒരു 2-3 അയൽക്കൂട്ടങ്ങൾ ചേർന്നിട്ട് ഇങ്ങനൊരു മെക്കാനിസം ആണെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാശും റിസോഴ്സസും പൂളിങ് ചെയ്ത് ഡെലിവറി സർവീസ്, കൊറിയർ സർവീസ്, പാക്കേജ്ഡ് സർവീസുകൾ ചേർന്നിട്ടുള്ള ഡിസ്കൗണ്ടുകളൊക്കെ ചേരാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മളൊരു ഷെയർഡ് ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ പലപ്പോഴും പല ബിസിനസ്സുകളും ഫെയിലാവുന്നതിൻ്റെ കാരണം ഇതാണ്: സമയത്ത് സാധനം വരുന്നില്ല, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് മോശമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ മാനേജ്മെൻറ്റ് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഏത് ബിസിനസ്സിനാണെങ്കിലും. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് പ്രൊഡക്ഷൻ കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം തുണി തയ്ക്കുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഈ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആണെങ്കിൽ അതുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ എൻ്റെ മാനേജീരിയൽ സൈഡിൽ വരുന്നതാണ് കസ്റ്റമർ കെയർ, അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധനങ്ങൾ അയക്കുന്നത്, അഥവാ ഒരു സാധനം ഡാമേജ്ഡ് ആയിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുന്നത്, കാശ് വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നത്, ബില്ലിങ്. ഒരു കോഓപ്പറേറ്റീവ് സിസ്റ്റമാണ്, എല്ലാവർക്കും കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ ഇത് ഒരു തലം വരെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്മോൾ ബിസിനസ് ഐഡിയ ആയിട്ട് കാണുക. ഞാൻ കിരൺ എസ് പിള്ളൈ. താങ്ക് യു വെരി മച്ച്.